മോളെ, ആണും പെണ്ണുമായിട്ട് നീ മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അച്ഛനാണെ പെൻഷൻ ആവാറായി. ബാലേട്ടന്റെ ആഗ്രഹങ്ങൾക്ക് ഞാൻ ഒരിക്കലും തടസ്സമാവില്ലമ്മേ. നിന്റെ കല്യാണം കാണാനും നിന്റെ കുഞ്ഞിനെ ലാളിക്കാനും ഞങ്ങൾക്കും കൊതിയില്ലേ മോളെ? ഇപ്പോഴത്തെ ചെറുപ്പക്കാരാമ്പിള്ളേര് ആ സണ്ണിയെ കണ്ടുപഠിക്കണം. ഒരു കണക്കിന് നീയൊക്കെ ഭാഗ്യവാന്മാരാ സണ്ണി. കുറച്ച് കാശിന്റെ കുറവല്ലേ ഇവിടെ ഉള്ളൂ. ബാക്കി എല്ലാ സുഖവും സ്വാതന്ത്ര്യവും നിങ്ങൾക്കില്ലേ? അതുകൊണ്ട് എന്നെ ഷെറീഫേ, എനിക്ക് പറയാൻ അനുസരിച്ചിട്ടും ഞാൻ ഇവിടെ ഒതുങ്ങി കൊടുക്കും. ബുദ്ധിയും സാമർഥ്യം ഉള്ളവന് ഇവിടെ സ്വർഗമാണല്ലേ. ജസ്റ്റ് ഫോളോ മീ ഓർ മൈ ഫാദറില്ല. ശരിയാണടാ സണ്ണി. ഓരോ ഗൾഫുകാരനും കഷ്ടപ്പെടുന്നത് അവന്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും വീട്ടുകാർക്കും ജീവിക്കാൻ വേണ്ടിയാണ്. അതിനിടയിൽ സ്വയം ജീവിക്കാൻ അവൻ മറന്നുപോകുന്നു. നീ അത് ഇതും പറഞ്ഞ് ഇവന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താതെ. എന്തായാലും ഈ പുളുന്താമാരുടെ വിസ കാര്യം? ഏതെങ്കിലും ഒരു വിസ കിട്ടാൻ ഒരു പ്രയാസമില്ല. തോട്ടിപ്പണിക്കും ഗൾഫിലേക്ക് വിസ കിട്ടും. പക്ഷേ ബാല്യം കുട്ടിയാലിക്കാക്കും പറ്റിയ വിസ വേണ്ടേ? അതുകൊണ്ടാ വൈകുന്നേ. എത്ര വൈകിയാലും വിസ കിട്ടിയാ മതി ഷെരീഫെ. അക്കാര്യം എന്റെ ഒരു സുഹൃത്തിനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. 2 ആഴ്ചക്കുള്ളിൽ നിങ്ങളുടെ വിസ വരും. അല്ല, എപ്പോഴാ ഇവരുടെ യാത്ര? ഞാൻ മടങ്ങുമ്പോ ഒന്നിച്ചു പോണം. അതാണ് എന്റെ പ്ലാൻ. ഓക്കെ, അപ്പൊ എന്നാ ദുബായിക്ക് പോയ ആദ്യത്തെ അവധിക്ക് നാട്ടിലെത്തുമ്പോ വിവാഹം. അതാണ് എന്റെ തീരുമാനം. തീരുമാനങ്ങൾ ബുദ്ധിപൂർവമാണെങ്കിൽ പിന്നെ ദുഃഖിക്കേണ്ടി വരില്ല. അല്ല, ഇന്നും ഞമ്മൾ വൈകിപ്പോയി. വൈകിക്ക കുട്ടിയാലിക്ക. പക്ഷെ പെണ്ണ് കെട്ടാൻ വൈകിയാലേ സംഗതി ഫിങ് ആയി പോകും. ബാലൊരു തീരുമാനത്തിലെത്തി. ഞമ്മള് കെട്ടണമെങ്കിലേ ദുബായി പോയി 2 പെങ്ങന്മാരെയും പറഞ്ഞു വിട്ടതിന് ശേഷം നമ്മൾ നമ്മുടെ കാര്യം ആലോചിക്കും. ഒരു സന്തോഷ വാർത്ത കേട്ടോ. നിങ്ങളുടെ 2 പേരുടെയും വിസ ഷെരീഫ് ശരിയാക്കി. 2 ആഴ്ചക്കുള്ളിൽ വിസതാ ഫിങ് എന്ന് പറന്നു വരും. അല്ലോ, വിസ പറന്നാണോ വരുന്നത്? എന്റെ അവിടുത്തെ ഒരു ഫ്രണ്ട് അയച്ചു തരും. കുട്ടിയാലിക്കാക്ക ഈ വീട്ടിൽ ഇന്ന് ആരുമില്ല. ആശുപത്രിയില്ല. തണ്ണിമോനെ, നീ ഒന്നിനകത്ത് കയറ്റിയത് 2ആയിട്ട് ഇറക്കാൻ വേണ്ടിയല്ലേ? അപ്പൊ നിനക്ക് സന്തോഷമല്ലേ ഉള്ളൂ. എന്നാ ആ സന്തോഷത്തിന് വേണ്ടി കുട്ടിയാലിക്ക് ഇത് കുടിക്കണം. ഞമ്മക്കിത് ആറാമണ്ട. നമുക്ക് നമ്മുടെ ഷെരീഫ് കൊണ്ടെന്ന് ഹറാമല്ലേ കുട്ടിയാലിക്ക? ചുമ്മാ കൂടി. ഷെരീഫ് കൊണ്ടെന്നാണോ? വേണോ? വേണം. ആര് വാരല്ലേ? ഇവൻ തന്നി സായിപ്പ ഫ്രം ലണ്ടൻ. കുടിക്കേ വല്ല വായ്പിങ്കരെ മറ്റോ ആണോ ആവോ? എന്നാലും ഷെരീഫല്ലേ തരണത്. പടച്ചോനെ ഞമ്മളോട് പൊറുക്കണേ. ഇവനെ ഇറങ്ങിപ്പോണത് അറിയാട്ടാ. ഷെരീഫേ, എന്നാലും വിസ നിനക്ക് കൂടെ കൊണ്ടുവന്നിടായിരുന്നോ? തന്നിച്ചോ, നിന്റെ അപ്പച്ചന്റെ കലാബോധത്തിന്റെ പെയിന്റൊക്കെ ഇളകി തുടങ്ങിയല്ലോ. അപ്പച്ചൻ പോയേ ഈ കാറ്റിലുള്ള കുടുംബത്തിലെ കലാബോധവും. ഇപ്പം ഈ വീട്ടിലെ കുരുവളയിന്റെ റബ്ബറിന്റെ കഥകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ സണ്ണിക്കുട്ടി കോളേജ് പഠിച്ചോണ്ടിരുന്നപ്പം അവളുമാരുടെ പെയിന്റ് വേണ്ടായിരുന്നു. ഇപ്പൊ തന്നെ ഞാൻ വീണാന് ഷെരീഫ് കൊണ്ടുവന്ന് കുട്ടിയാലിനെ പാമ്പായി ഞാൻ എവിടെ ഉണ്ടാവും എന്റെ വാച്ചില്. സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. ഇവന്മാര് ചെറിയൊരു ഫിങ് കളിച്ച ഫിറ്റാവും. പക്ഷേ ഈ കാച്ചിലോടെ കുട്ടി എത്ര ഓടിച്ചാലും പറഞ്ഞറിയോ? തൂള് പോലെ.
അയ്യോ നമ്മുടെ തൂണ്, നമ്മുടെ തൂണ് ഇവിടെ ഇവിടെ തൂണ്, നെടുന്തൂണ്, നമ്മുടെ പൊന്നു തൂണ്. എനക്ക് ചോറ് തിന്നണ്ടേ മോനെ? ഞാൻ കഴിച്ചുമ്മാ. നീ വല്ലതും കഴിച്ചോ? ഇത്രയും ദിവസം എല്ലാം ഉണ്ടായിട്ട് കഴിച്ചും കഴിക്കാതെ കാത്തിരുന്നു. ഇവിടെ എത്തിയിട്ടും ഇനി മേലിൽ ഞാൻ വൈകില്ല. പോരെ പിണങ്ങിയ ഞാൻ ആ ഭക്ഷണം ഒന്ന് ചൂടാക്കട്ടെ. നീ ഇതുവരെ ഒന്നും കഴിച്ചില്ലേ? പാല് കുടിക്ക. ഇതെങ്ങക്കാ? നീ കുടിക്കാദ്യം. അവിടെ പോയിട്ട് ഇതും പഠിച്ചോ? ക്ഷീണിച്ചെത്തുന്ന വൈകുന്നേരങ്ങൾ, ഉറക്കം വരാത്ത രാത്രികൾ, മനസ്സ് നിറയെ നീയും, ഒന്നുറങ്ങാൻ വേണ്ടി മാത്രം അല്പം. ഇപ്പോൾ ഞാൻ അടുത്തില്ലേ? ഇനി ഞാൻ കുടിക്കില്ല, സത്യം. ഇന്നലെ നമ്മുടെ വിവാഹക്കാര്യം പറഞ്ഞ വീട്ടിൽ ബഹളമായിരുന്നു. എന്തുകൊണ്ടോ എനിക്കൊരു തീരുമാനത്തിലെത്താം. സണ്ണി, എപ്പോ നോക്കിയാലും ഈ പ്രസിദ്ധമായ പ്രണയവീതിയിലൂടെ കൊത്തി കൊത്തി ഇറക്കാൻ നിനക്ക് നേരമല്ലോ. പിങ്ങൊന്ന് കല്യാണം നടത്തിയത് നിനക്ക് വേണ്ടി പറയാൻ നോക്കിക്കോളാം. അല്ലേ ഈ അച്ചായം പൂണ്ട് വിളയാരെ കൊളയത്. ഞാൻ പോണോ? അല്ല ഞാൻ വാ എടാ, പിങ് പിങ് എന്നൊരു പായസം കുടിച്ചിട്ട് കുറെ ആളായി. ഇത് വെച്ചിട്ട് എന്തിനാ? പ്രതീക്ഷിക്കത്ത രൂപ അത് നടക്കണമെങ്കിൽ ഞാൻ ഗൾഫിൽ പോയി വന്നേ പറ്റൂ. മനസ്സിനിണങ്ങുന്ന ഒരു പെൺകുട്ടിയെ കണ്ടെത്തുന്നാണ്ട പ്രതീക്ഷിക്കത്ത വിവാഹം. PSC തോറ്റും വെച്ചേ പണിയൊന്നുമില്ലാതെ വായു നോക്കി ഇറക്കുമ്പോഴാ അമ്മച്ചി എന്നെ പിടിച്ച് കെട്ടിച്ചത്. പിന്നല്ലേ ജോലിയൊക്കെ ആയത്. എല്ലാം നിനക്കറിയാവുന്ന കാര്യമല്ലേ. ഞങ്ങൾ ജീവിച്ചില്ലേ? ഞങ്ങളിപ്പോ ജീവിക്കുന്നില്ലേ? ഞാൻ എന്ത് ചെയ്യണമെന്നാ സണ്ണിച്ചാ പറയുന്നത്? ജീവിതം അത് ഒരിക്കലേ കിട്ടത്തുള്ളൂ. ബുദ്ധിയുള്ളവർ ആദ്യം തന്നെ സുരക്ഷിതമാകുന്നു. സോ സെറ്റിൽ യുവർ സെൽഫ്. എടാ, ദാമ്പത്യ ജീവിതത്തിന്റെ സുഖവും സന്തോഷവും നിരൂപണങ്ങൾ ഒതുക്കാൻ പറ്റത്തില്ല ബാല. അത് അനുഭവിച്ച് തന്നെ അറിയണം. വിസ ഏതായാലും 2 ആഴ്ചക്കുള്ളിൽ വരുന്നല്ലേ ഷെരീഫ് പറഞ്ഞത്. പിന്നെ ഫിങ് ഫിങ് ഒന്നും കല്യാണം നടത്തിയാൽ എന്താ? റിസ്ക് എടുത്തിട്ടുള്ളവർ മാത്രമേ ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുള്ളൂ. കം ഓൺ മൈ ഫ്രണ്ട്, ഡിസൈഡ് ഇറ്റ് പോസിറ്റീവ്ലി.